ആദ്യം ഒളിച്ചു കളിച്ചു. സമ്മർദ്ദമേറിയപ്പോൾ കണക്ക് പറയേണ്ടി വന്നു KPCCക്ക്. പറഞ്ഞു വരുന്നത് KPCCയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് തന്നെയാണ്. എത്ര പണം പിരിച്ചു, എത്ര പണം കയ്യിലുണ്ട്? ഈ ചോദ്യം വളരെ നേരത്തെ തന്നെ കേരളം ചോദിച്ചു തുടങ്ങിയിരുന്നു കോൺഗ്രസ് നേതാക്കളോട്. എന്നാൽ പറഞ്ഞതേയില്ല വിവരങ്ങൾ. അവസാനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് എല്ലാ കണക്കും പറയും പ്രോജക്റ്റ് അവസാനിച്ചതിന് ശേഷം. അതിനു മുമ്പ് കണക്ക് പറയുന്നത് എങ്ങനെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചത്. അപ്പോഴും വിവാദം കെട്ടടങ്ങിയില്ല. ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുക തന്നെ ചെയ്തു. മാധ്യമങ്ങൾക്ക് അത് ഏറ്റെടുക്കേണ്ടിയും വന്നു. അങ്ങനെ അവസാനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കണക്ക് പറയേണ്ടി വന്നു. അതിനു മുമ്പ് തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കാര്യങ്ങൾ വ്യക്തമാക്കി. പണം പിരിച്ചിട്ടുണ്ട്, പിരിച്ച പണം ധനലക്ഷ്മി ബാങ്കിലുണ്ട്, അതുപയോഗിച്ച് സ്ഥലം വാങ്ങി, പിരിച്ചു കിട്ടിയതിനേക്കാളും പൈസ സ്ഥലം വാങ്ങാൻ ഉപയോഗിക്കേണ്ടി വന്നു എന്ന്. പിന്നെ എങ്ങനെ വീട് നിർമ്മിക്കും എന്ന് ചോദിച്ചപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് AICC പണം മുടക്കും എന്നാണ്. അതുതന്നെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞത്. ധനലക്ഷ്മി ബാങ്കിലുള്ള അക്കൗണ്ടിലെ വിവരങ്ങൾ 5,38,00,000 രൂപ, അത് മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. സ്ഥലം ഏറ്റെടുക്കാൻ പണം ഉപയോഗിച്ചു, KPCCയുടേത് എന്നുകൂടി പറഞ്ഞു വെച്ചു KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫ്. എന്നാൽ കാര്യം അവിടെയും നിന്നില്ല. ഇതാ പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, രണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഒന്ന് ധനലക്ഷ്മി ബാങ്കിൽ, മറ്റൊന്ന് ഫെഡറൽ ബാങ്കിൽ. ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിന്റെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടാത്തത്? വലിയ ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയരുകയാണ്. സമയമുണ്ട് പറയാൻ, എന്തുകൊണ്ട് പറയുന്നില്ല? ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ട KPCCക്ക് തിരുവനന്തപുരം, പട്ടം, ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. അക്കൗണ്ട് നമ്പർ പ്രേക്ഷകർക്ക് കാണാം. വിവരങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. കോടികളുടെ ഇടപാടാണ് ഈ അക്കൗണ്ടിലൂടെ നടന്നത്. കോടികളുടെ ഇടപാട്, അതും വിദേശത്തേക്ക്. പിരിച്ച പണം, ദുരിതാശ്വാസ ഫണ്ടായി പിരിച്ച പണം വിദേശത്തേക്ക് കടത്തി. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്ന ചോദ്യമാണ് ഉയർന്നത്. പക്ഷേ വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഈ അക്കൗണ്ടിനെ കുറിച്ചേ മിണ്ടുന്നില്ല KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യം പറഞ്ഞത് എന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടാണ് എന്നാണ്. സംയുക്ത അക്കൗണ്ട് തന്നെയാണോ പട്ടം ബ്രാഞ്ചിലും ഉണ്ടായിരുന്നത്? ആണെങ്കിൽ അത് പറയാൻ എന്തുകൊണ്ട് VD സതീശൻ തയ്യാറാകുന്നില്ല? അതിൽ വന്ന പണം എത്ര, പോയ പണം എത്ര, അക്കാര്യം വിശദീകരിക്കേണ്ടതുണ്ട്. കൃത്യം വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 53 ലക്ഷം രൂപ വിദേശത്തേക്ക് കൈമാറിയിട്ടുണ്ട്. ചെറിയ പണമല്ല, 53 ലക്ഷം രൂപ. അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പിരിവ് തുടങ്ങിയിരുന്നു. ആപ്പ് ആരംഭിച്ചത് KPCC പ്രസിഡന്റായി K സുധാകർ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ്, 2024 ഓഗസ്റ്റ് 17-ന്. അതിനു മുമ്പ് തന്നെ പിരിവ് തുടങ്ങിയിരുന്നു. KPCCയുടെ നേതൃത്വത്തിൽ ചെക്കുകൾ വന്നുകൊണ്ടിരുന്നു. അതിൽ വന്ന ചെക്കുകൾ ഒന്ന് തെലങ്കാനയിലെ മന്ത്രി സീതക്ക 15 ലക്ഷം രൂപ, രാഹുൽ ഗാന്ധിയുടെ 2,30,000 രൂപ. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ, കോൺഗ്രസിന്റെ കീഴിലെ വിവിധ സംഘടനകൾ ചെക്കായി KPCC പ്രസിഡന്റിന്റെ കയ്യിലും പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലും പണം നൽകിയിട്ടുണ്ട്. ആ പണമൊക്കെ എങ്ങോട്ട് പോയി, ആര് കൊണ്ടുപോയി, എന്തിന് വിദേശത്തെ വ്യക്തിക്ക് പണം കൈമാറി വയനാട് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന്? ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? മറുപടിയുമില്ല, കണക്കുമില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. രണ്ട് അക്കൗണ്ട്, അതാണ് പ്രശ്നം. രണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഒന്ന് ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ട്. അക്കാര്യം KPCC പ്രസിഡന്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ കണക്കും പറഞ്ഞിട്ടുണ്ട്. കണക്കിൽ തർക്കങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ പട്ടം ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തുള്ള ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ച അക്കൗണ്ട്, വയനാട് ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി ആരംഭിച്ച അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ എത്ര പണം വന്നു? അക്കാര്യം എന്തിന് മറച്ചു പിടിച്ചു? കണക്ക് വെളിപ്പെടുത്തുമ്പോൾ എല്ലാം വെളിപ്പെടുത്തണമല്ലോ. എന്തുകൊണ്ട് മറച്ചു പിടിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട് KPCC പ്രസിഡന്റ്. അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന കാര്യം സംശയമേ ഇല്ല. ഒളിച്ചു കളിക്കുന്നു എന്ന് വെച്ചാൽ കള്ളക്കളി നടന്നിട്ടുണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി പിരിച്ച പണം
അത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്, അതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ ഒളിച്ചുകളി നടത്തുന്നത്.